നമസ്കാരം. വീണ്ടും നമ്മൾ +1 പ്രവേശനത്തിലെ സംശയങ്ങളിലേക്ക് തന്നെയാണ്. ഒന്ന് രണ്ട് ഡൗട്ട്സ് ഞാനിവിടെ ആൾക്കാർ ഉന്നയിച്ചത് പറയാം. ഞാൻ അറിയാതെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ സബ്മിഷൻ ഓർ കൺഫർമേഷൻ നടത്തുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ ലോഗൌട്ടായി. കൺഫേം ആയോ എന്നറിയില്ല. എന്ത് ചെയ്യും സാർ? ഭയങ്കര ടെൻഷനാണ്. മറ്റൊരു സംശയം നമ്മൾ പറയാം. വേറൊരാളുടെ സംശയമാണ്. എഡിറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. എഡിറ്റ് ചെയ്യാനില്ലായിരുന്നു ശരിക്കും. പിന്നെ കൺഫേം ചെയ്യണോ? എഡിറ്റിംഗ് ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് പറയേണ്ടത്. അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മളുടെ HSCAP ഈ പേജിൽ, അതായത് സ്കൂളും കോഴ്സും റിവീൽ ചെയ്തിരിക്കുന്ന പേജിൽ 4 ഓപ്ഷൻസാണ് ഉള്ളത്. ആ 4 ഓപ്ഷൻസിൽ ഒന്നാമത്തെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടാണ്. അതാണ് ആദ്യത്തെ ലിങ്ക്. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ വ്യൂ. മൂന്നാമത്തത് എഡിറ്റ് ആപ്ലിക്കേഷൻ. നാലാമത്തത് പ്രിന്റ് ആപ്ലിക്കേഷൻ. ഈ 4 ലിങ്കുകളാണ് ആ പേജിലുള്ളത്. അത് എല്ലാവർക്കും മനസ്സിലായല്ലോ, അതിൽ സംശയമില്ലല്ലോ. അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യം ഓരോ കേസായിട്ടാണ് ഞാൻ പറയുന്നത്. എഡിറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ എങ്ങനെയോ ആവട്ടെ ക്ലിക്ക് ചെയ്തു. പക്ഷെ സബ്മിറ്റ് അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാൻ കഴിയില്ല. പ്രിന്റ് ആപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഫൈനൽ കൺഫർമേഷൻ നടത്തിയില്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് നിങ്ങൾക്ക് ആ പേജിൽ ഈ 4ാമത്തെ ലിങ്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അത് നടത്തിയിട്ടില്ല. ഏത്? ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും പോയി ആ ഫൈനൽ കൺഫർമേഷൻ നടത്തുക. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ HSCAP കയറിയിട്ട് കൺസേൺഡ് പേജിലെത്തി നിങ്ങൾ കൺഫർമേഷൻ നടത്തണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ എഡിറ്റ് ബട്ടൺ അപ്രത്യക്ഷമാവും. അതോടൊപ്പം പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് കാണാനും പറ്റും. ഇതാണ് കറക്റ്റ് പൊസിഷൻ. അതായത് എഡിറ്റ് കൺഫർമേഷൻ നടത്തി, ഇത് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തവരുടെ കേസിൽ മാത്രം കേട്ടോ. എഡിറ്റ് നിങ്ങൾ ഒന്നും ചെയ്തില്ല, എഡിറ്റ് ഓപ്ഷൻ ഒന്നും ക്ലിക്ക് ചെയ്തില്ല. നമ്മൾ വേറൊരു എക്സാമ്പിൾ, നമ്മൾ ആദ്യം കയറി, നമുക്ക് ഈ എഡിറ്റ് ഓപ്ഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് നോക്കി, അത് നോക്കി നമ്മളുടെ റിസൾട്ടൊക്കെ അറിഞ്ഞു, ഓക്കെ ആയി, നമ്മൾ വിട്ടു. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടും ഉണ്ടാവും, ആപ്ലിക്കേഷൻ വ്യൂ ഉണ്ടാവും, എഡിറ്റ് ആപ്ലിക്കേഷനും ഉണ്ടാവും, പ്രിന്റ് ആപ്ലിക്കേഷനും ഉണ്ടാവും. 4 ലിങ്കും അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ അമർത്തിപ്പോയവർക്ക് എന്ത് സംഭവിക്കും? ഫൈനൽ കൺഫർമേഷൻ അത് നിങ്ങൾ എഡിറ്റ് ചെയ്താലും ചെയ്തില്ലേലും, ചിലർക്ക് എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവും. ചിലർ വെറുതെ രസത്തിന് ഒന്ന് ക്ലിക്ക് ചെയ്തായിരിക്കും. ചിലരെന്ത് ചെയ്തിട്ടുണ്ടാവും? അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയായാലും എഡിറ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിരിക്കണം. അത് മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല, നിങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നടത്തിയിരിക്കണം. എങ്ങനെയാ ഫൈനൽ കൺഫർമേഷൻ നടത്തിയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുക? ഫൈനൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 ലിങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് പിന്നെ കാണാൻ പറ്റില്ല. എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് കാണാൻ പറ്റിയില്ല. രണ്ടാമത് നിങ്ങൾക്ക് പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് അവിടെ കാണുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റാണ്, എല്ലാം ഫൈനൽ കൺഫർമേഷൻ നടത്തി. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് അല്ലാതിരിക്കുന്നത് എന്താ? നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ? ഫൈനൽ കൺഫർമേഷൻ നടത്തിയില്ലെന്നുള്ള ലക്ഷണം എന്താ? നിങ്ങൾക്ക് പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റൂല. അവിടെ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ഒരു ലിങ്ക്
കാണാൻ കഴിയില്ല. പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് കണ്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എന്ന്. അങ്ങനെയുള്ളവര് ഫൈനൽ കൺഫർമേഷൻ കയറി നടത്തുക. അപ്പോൾ എന്ത് വരും? എന്ത് മാറ്റമാണ് വരിക? എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവില്ല. എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് പിന്നെ കിട്ടില്ല, അത് കാണാതാവും. ഒപ്പം തിരിച്ച് പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് അവിടെ വരികയും ചെയ്യും. ഇതാണ് അതിൻ്റെ തെളിവ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാം, എല്ലാം കറക്റ്റ് ആണെങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാം. എന്ത് കാണില്ല? എഡിറ്റ് ആപ്ലിക്കേഷൻ കാണില്ല. ഇനി എഡിറ്റ് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലോ? നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ അവിടെ കാണാൻ പറ്റും, പക്ഷെ പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റില്ല. ഫൈനൽ കൺഫർമേഷൻ നടത്തിയാലോ എഡിറ്റ് ആപ്ലിക്കേഷൻ അപ്രത്യക്ഷമാവും. മറിച്ച് പ്രിന്റ് ആപ്ലിക്കേഷൻ അവിടെ കാണാനും പറ്റും. ഈ രീതിയിൽ അതിനെ നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ലാസ്റ്റിൽ നിങ്ങളോട് ഫോൺ നമ്പർ പറഞ്ഞു തരാം. അത്യാവശ്യക്കാർക്ക് മാത്രമേ എല്ലാവരും വിളിക്കരുത്, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വിളിക്കാം. ഇനി അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങൾ ആ പേജിൽ കയറുമ്പോൾ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന 4ാമത്തെ ഓപ്ഷൻ കാണുന്നില്ല, ആ 4ാമത്തെ ലിങ്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ഉടനടി ഫൈനൽ കൺഫർമേഷൻ നടത്തുക. അതോടുകൂടി പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് അവിടെ വരും, ഒപ്പം എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ഇല്ലാതാവുകയും ചെയ്യും. ഇനി ഇതിനോടനുബന്ധിച്ച് ഒരുപാട് തീരാത്ത സംശയങ്ങളാണ്. ഇത് മുഴുവൻ മറുപടി പറഞ്ഞാൽ ആയിരക്കണക്കിന് സംശയങ്ങളാണ് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് സംശയങ്ങൾ കൂടി ഞാൻ ഇവിടെ ഇടുകയാണ്. ഇതിൽ സമയമുണ്ട്, ഈ വീഡിയോയിൽ കുറച്ച് സമയമുള്ളതുകൊണ്ടാട്ടോ. CBSE ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നില്ല. CBSE കുട്ടിയാണ്, ഇംപ്രൂവ്മെന്റ് ചെയ്തു, റിസൾട്ട് വന്നില്ല. ആ മാർക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുമോ? അത് CBSEയിൽ ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ മാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് കുട്ടിയുടെ ചോദ്യം. നിലവിലുള്ള സാഹചര്യം വെച്ച് അത് പറ്റില്ല. പറ്റൂ എപ്പോഴാന്ന് വെച്ചാൽ എഡിറ്റ് അല്ല, നമുക്ക് ആ മാർക്ക് വെച്ചിട്ട് 3rd അലോട്ട്മെന്റിന് ശേഷം ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പുതിയതായിട്ട് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അത് കൊടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് പുതിയ അപേക്ഷ കൊടുക്കാം. അതെ. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡിലും എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ? ഉറപ്പൊന്നുമില്ല. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരാൾക്ക് അത് ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ ചില സന്ദർഭത്തിൽ ഒരു 10% സാധ്യത സെക്കൻഡിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഒരു 90% ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും കിട്ടുക. അടുത്ത ചോദ്യം, USSന്റെ റിസൾട്ട് പേജ് എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. USSന്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. NMMSന് മാത്രമേ റിസൾട്ട് പേജ് കാര്യമുള്ളൂ. USS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി അത് ക്ലെയിം USS ക്ലെയിം ചെയ്യേണ്ടി, അത്തരക്കാർ USS ക്ലെയിം ചെയ്യേണ്ട. ടൈ ബ്രേക്ക് മാത്രമേ ഉള്ളൂ USSൽ. അപ്പോൾ USS സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആവശ്യമില്ലാതെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് ഇന്റർവ്യൂ സമയത്ത് പുറത്താക്കപ്പെടും. അപ്പോൾ ഈ കുട്ടി USSന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റിസൾട്ട് പേജ്, പാസ്സായി എന്ന റിസൾട്ട് പേജ് എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് പോരാ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എഡിറ്റ് ചെയ്തിട്ട് ആ USS എന്ന് പറയുന്ന ഓപ്ഷൻ നോ എന്നാക്കുന്നതാണ് നല്ലത്. അത് ഒഴിവാക്കുക, ആ USS ഒഴിവാക്കുക. നമുക്ക് വെറുതെ ഇല്ലാത്ത ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക ചെയ്യും. ഇനിയിപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് പോയവരാണെങ്കിൽ നാളെ 5 മണി വരെ എഡിറ്റിങ്ങിന് സമയമുണ്ട്. 10-ാം തീയതി, ജൂൺ 10-ാം തീയതി 5 മണി വരെ എഡിറ്റിങ്ങിന് സമയമുണ്ട്. ഓൾറെഡി നിങ്ങൾ എഡിറ്റ് ചെയ്ത് പോയവരാണെങ്കിൽ തിരുവനന്തപുരത്ത് ICT സെല്ലിൽ വിളിച്ചിട്ട്, അവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം, അത് വിളിച്ചിട്ട് നിങ്ങൾ രക്ഷിതാവും കുട്ടിയും തന്നെ വിളിക്കണം. നേരിട്ട് വിളിച്ച് എഡിറ്റിങ്ങിനുള്ള ഒരു അവകാശം മേടിച്ച് ഈ USSന്റെ ആ ഒരു അവകാശം USSന്റെ നേർക്ക് നോ ആക്കുകയാണ് നല്ലത്. അത് ചെയ്തു തരും. ഇപ്പം നാളെ തന്നെ വേണമെന്നില്ല, മറ്റന്നാളായാലും ഒക്കെ ചെയ്തു തരാനാണ് സാധ്യത വിളിച്ച്. അടുത്ത ചോദ്യം, ഇപ്പോൾ ട്രയൽ കിട്ടിയ സ്കൂൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ ട്രയൽ കിട്ടിയ സ്കൂള് ആ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അത് വേണമെന്നില്ലാത്തവർക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഫസ്റ്റ് കിട്ടി 5ാമത്തെ സ്കൂൾ 7ാമത്തെ സ്കൂൾ ആക്കാൻ പറ്റും? ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടിയുടെ ചോദ്യമാണ്.
ഏഴാമത്തെ ആക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഈ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ 5നും 7നും ഒരു പ്രസക്തിയില്ല. മനസ്സിലായില്ലേ? ആ ലിസ്റ്റ് വേണമെങ്കിൽ ഒരു പുതിയ ലിസ്റ്റ് ആക്കാവുന്നേ ഉള്ളൂ, അങ്ങോട്ടൊന്നും പോവില്ല. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടി പരമാവധി ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരെ അടുത്തതിൽ പോവുള്ളൂ. ഒരിക്കലും അത് താഴോട്ട് വല്ലാതെ ഈ 5ഓ 7ലേക്ക് ഒന്നും പോവില്ല. അപ്പോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഫുള്ള് സയൻസ് വെച്ചു കിട്ടിയില്ല, കൊമേഴ്സ് വെക്കണം? അതാണ് അടുത്ത ചോദ്യം. വെക്കണം. ഈ സയൻസ് എല്ലാം വെച്ചതിൻ്റെ അടിയിൽ കുറേ കൊമേഴ്സ് കൂടി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, തേർഡ് കിട്ടി, ഫസ്റ്റ് വേണം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് കിട്ടുമോ? ഇല്ല. ഇപ്പൊ തേർഡ് കിട്ടിയ ഒരു കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലും മിക്കവാറും തേർഡ് തന്നെയായിരിക്കും. അതൊരിക്കലും ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോവില്ല തൽക്കാലം. സെക്കൻഡും തേർഡും വരെ കാത്തിരിക്കുക, ചിലപ്പം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അടുത്ത ചോദ്യം, സെക്കൻഡ് കിട്ടി, ഫോർത്ത് ഫസ്റ്റ് ആക്കി കൊടുക്കാൻ എന്ത് ചെയ്യണം? ഇപ്പൊ രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്, എന്നാൽ എനിക്ക് നാലാമത്തെ ഓപ്ഷനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം എന്ത് ചെയ്താൽ മതി? ഈ നാലാമത്തെ ഓപ്ഷൻ എടുത്ത് എവിടെ ഇടണം? ഫസ്റ്റിലിടുക. ഒന്നാമത്തെ ഓപ്ഷൻ ആക്കി ഇട്ടാൽ പ്രശ്നം പരിഹരിച്ചു. അടുത്ത ചോദ്യം, എനിക്ക് 78% മാർക്കേ ഉള്ളൂ, 2 A+. ഫുള്ള് സയൻസ് ആണ് വെച്ചത്. സയൻസ് ആണ് വേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 A+ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ്, പേഴ്സണൽ അഭിപ്രായമാണ്. 2 A+ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസ് താങ്ങോ ഇല്ലയോ എന്നുള്ളത് വലിയ സംശയമുള്ള കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ കുട്ടി സയൻസ് എടുക്കണ്ട, കൊമേഴ്സ് കൊടുക്കുക, അതെടുക്കുക. മറ്റ് നമുക്ക് താങ്ങാനും പഠിക്കാനും പറ്റാത്ത വിഷയങ്ങൾ എടുത്തിട്ട് തോൽക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പറ്റുന്ന വിഷയങ്ങൾ എടുക്കുന്നതാണ് എന്ന കാര്യം ദയവായി മനസ്സിലാക്കുക. 8 A+ കിട്ടിയ കുട്ടിയാണ്, സ്കൂള് മാറ്റി, പുതിയത് കിട്ടില്ല എന്നാ ചോദ്യം. പുതിയത് കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡിലോ തേർഡിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂള് തന്നെ 8 A+ കിട്ടിയ കുട്ടിക്ക് കിട്ടും, സംശയമൊന്നുമില്ല. അടുത്ത ചോദ്യം, എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ഫൈനൽ സബ്മിറ്റ് ചെയ്തില്ല, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ നടത്തിയേ പറ്റൂ. അതായത് ഫൈനൽ കൺഫർമേഷൻ നടത്തിയേ പറ്റൂ. അങ്ങനെ നടത്തുമ്പോൾ എന്തൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അങ്ങനെ നടത്തി കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ പിന്നെ കാണില്ല. പിന്നെ പകരം എന്ത് കാണും? താഴെ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് കാണുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇത് ഓക്കെയാണ്. അടുത്ത ചോദ്യം, ഒന്നാമത്തെ സ്കൂളിൽ സയൻസും കൊമേഴ്സും കൊടുത്തു, അടുത്ത സ്കൂളിലും സയൻസും കൊമേഴ്സും കൊടുത്തു. സയൻസ് ആണ് വേണ്ടത്. ഓക്കെ, കൊടുത്ത രീതി തെറ്റിപ്പോയി. നമുക്കിവിടെ സബ്ജക്റ്റാണ്, കോഴ്സാണ് പ്രിഫറൻസ്. നിങ്ങൾ സ്കൂളിന് പ്രിഫറൻസ് കൊടുത്തു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സയൻസ് വേണ്ട കുട്ടി 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ സയൻസ് തന്നെയാണ് കൊടുക്കേണ്ടത് വിവിധ സ്കൂളുകളിൽ. ആദ്യം ഒരു 3-4 സയൻസ് കൊടുത്തതിന് ശേഷം മാത്രമേ എത്ര സ്കൂളുണ്ടോ അത്രയും ഓപ്ഷൻസ് സയൻസ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ പിന്നെ ഒന്നാമത് കൊടുത്ത സ്കൂളിൽ കൊമേഴ്സ് തുറന്നു. ആ രീതിയിലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഓപ്ഷൻ കൊടുത്താൽ എന്ത് കിട്ടും? കൊമേഴ്സ് കിട്ടും, സയൻസ് കിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്നത് വളരെ നിർണായകമായ കാര്യമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ 5 മണി വരെ, 10-ാം തീയതി 5 മണി വരെ സമയമുണ്ട്, തീർക്കുക. സെക്കൻഡ് ഓപ്ഷൻ കിട്ടി, ഇനി താഴോട്ടുള്ളതൊന്നും പരിഗണിക്കില്ലല്ലേ? ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിലും കൂടി സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ താഴോട്ടുള്ളതൊന്നും പിന്നെ പരിഗണിക്കില്ല. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ കിട്ടി, കൊമേഴ്സ് ആണ്, ഇനി സയൻസ് കിട്ടുമോ? ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ കിട്ടി, കൊമേഴ്സ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ പോരാ, ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തത് സയൻസ് ആയിരിക്കണം, എന്നാൽ മാത്രമേ സയൻസ് കിട്ടുള്ളൂ. നിങ്ങൾ ഈ കൊടുക്കുന്ന സമയത്ത് സ്കൂളിലുള്ള എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കരുത്. നിങ്ങൾ സയൻസാണ് ആവശ്യമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ഒരു സ്കൂളിൽ സയൻസ് കൊടുക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ വേറൊരു സ്കൂളിൽ സയൻസ് കൊടുക്കുക, മൂന്നാമത്തെ ഓപ്ഷൻ മറ്റൊരു സ്കൂളിൽ വീണ്ടും സയൻസ് കൊടുക്കുക, നാലാമത്തെ ഓപ്ഷൻ വേറൊരു സ്കൂളിൽ സയൻസ് കൊടുക്കുക, അഞ്ചാമത്തെ ഓപ്ഷൻ മറ്റൊരു സ്കൂളിൽ വീണ്ടും സയൻസ് കൊടുക്കുക. ഇങ്ങനെ 4-5 സയൻസ് കൊടുത്തിട്ട് അടുത്ത് എന്ത് ചെയ്യുക? കൊമേഴ്സിൽ പോവുക. കൊമേഴ്സ് എവിടെ? നമ്മൾ ആദ്യം കൊടുത്ത സ്കൂളിൽ തന്നെ വീണ്ടും കൊമേഴ്സ് കൊടുക്കുക, രണ്ടാമത് കൊടുത്ത സ്കൂളിൽ കൊമേഴ്സ് കൊടുക്കുക. ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. അല്ലാത്ത സാഹചര്യത്തിൽ കൊടുത്താൽ നിങ്ങൾ സയൻസിൽ എത്തണമെന്നില്ല,
മിക്കവാറും അത് കൊമേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. ഇനി അക്ഷയയിലുള്ളയാൾക്ക് എഡിറ്റിൽ തൊട്ടോ എന്നൊരു സംശയം. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണമോ? അക്ഷയയിലുള്ള ആ ജീവനക്കാരന് എഡിറ്റ് ഓപ്ഷനിൽ തൊട്ടോ എന്നൊരു സംശയം. അങ്ങനെയാണ് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണോന്ന്. അതാണ് ചോദ്യം. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? എഡിറ്റ് ഓപ്ഷനിൽ തൊട്ട് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം. എഡിറ്റ് ഓപ്ഷനിൽ തൊട്ടില്ല എന്നെങ്ങനെ മനസ്സിലാക്കാം? എഡിറ്റ് ഓപ്ഷനും അവിടെ ഉണ്ടാവും, പ്രിന്റ് ആപ്ലിക്കേഷനും അവിടെ തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ 4 ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ടാവും. ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട്, അപ്ലിക്കേഷൻ വ്യൂ, എഡിറ്റ് ആപ്ലിക്കേഷൻ, പ്രിന്റ് ആപ്ലിക്കേഷൻ. ഈ 4 എണ്ണവും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തില്ല? ഈ എഡിറ്റ് ഓപ്ഷനിൽ അയാൾ തൊട്ടിട്ടില്ല. എഡിറ്റ് ഓപ്ഷനിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? പ്രിന്റ് ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടാവില്ല. പിന്നെന്ത് ചെയ്യണം? അങ്ങനെയെങ്കിൽ അത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? പ്രിന്റ് ആപ്ലിക്കേഷൻ അവിടെ വരും, മറിച്ച് എഡിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ലിങ്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അടുത്ത ചോദ്യം, ട്രയലിൽ കിട്ടിയില്ല, ഇനിയും എഡിറ്റ് ചെയ്യണോ? വേണമെന്നില്ല. ട്രയലിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അനങ്ങാതിരുന്നാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് അലോട്ട്മെന്റ് ഉണ്ടല്ലോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റുകൾ വരട്ടെ, നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, 4 കിട്ടി, താഴോട്ട് പോകുമോ? സാധ്യത കുറവാണ്. താഴോട്ട് പോയാലും 5 വരെ പോവുള്ളൂ. 4ൽ തന്നെ നിൽക്കാനാണ് സാധ്യത. പിന്നെ അടുത്ത അലോട്ട്മെന്റുകളിലൊക്കെ മുകളിലേക്ക് 3ലോ 2ലോ 1ലോ എത്താനുള്ള സാധ്യതയും ഉണ്ട്. ഇനി എഡിറ്റ് ചെയ്തു, ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം. എനിക്ക് അവരുടെ നമ്പർ അറിയാത്തതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞേനെ. എഡിറ്റ് ചെയ്തു, കാറ്റഗറി നെയിം ക്രിസ്ത്യൻ OBC ആണ് കിടക്കുന്നത്. അവിടെ കിടക്കുന്നത് ക്രിസ്ത്യൻ OBC ആണ്. ശരിക്കും ആംഗ്ലോ ഇന്ത്യനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമേ ഉള്ളൂ. ഈ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന കാറ്റഗറി കോഡ് നമ്പർ 4 വരുന്നതാണ്. ക്രിസ്ത്യൻ OBC കോഡ് നമ്പർ 5 വരിക. കോഡ് നമ്പർ 4 എന്ന് പറയുന്നത് ലാറ്റിൻ ക്രിസ്ത്യൻ, SIUC, ആംഗ്ലോ ഇന്ത്യൻ എന്നിവ കോഡ് നമ്പർ 4 എന്നാൽ കോഡ് നമ്പർ 5 ക്രിസ്ത്യൻ OBC വരുന്നത്. നിങ്ങൾ ഈ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന ആള് ക്രിസ്ത്യൻ OBC അല്ല. ക്രിസ്ത്യൻ OBC എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തവര്, നാടാര് വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക് മാറിയവർ, ഇവരൊക്കെയാണ് ഏത് OBC ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിൽ വരുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രകടമായ തെറ്റ് നിലനിൽക്കുന്നു. അത് മാറ്റിയില്ലെങ്കിൽ അഡ്മിഷനിൽ പ്രശ്നമുണ്ടാവും, നിങ്ങൾ പുറത്താക്കപ്പെടും. അപ്പോൾ ഒരു ഓൾറെഡി എഡിറ്റ് ചെയ്തവരാണെങ്കിൽ തിരുവനന്തപുരത്ത് ICT സെല്ലിൽ വിളിച്ചിട്ട് ആ നമ്പർ വേണമെങ്കിൽ ആവശ്യക്കാർക്ക് തരാം. അങ്ങനെ വിളിച്ച് അവരെ നാളെ മറ്റന്നാളോ എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ കഴിവതും നാളെ തന്നെ ആ പ്രശ്നം തീർക്കുന്നതാണ് നല്ലത്. ഓർമ്മിക്കുക, ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്നത് കാറ്റഗറി 4 അവർ OBC ക്രിസ്ത്യൻ അല്ല. നിങ്ങൾ OBC ക്രിസ്ത്യനാ ക്ലെയിം ചെയ്തെങ്കിൽ ആ റിസർവേഷനിലാണ് നിങ്ങളെ പ്രവേശിപ്പിക്കുക ചിലപ്പോൾ. അങ്ങനെയെങ്കിൽ ഇന്റർവ്യൂ സമയത്ത് നിങ്ങളെ കമ്മ്യൂണിറ്റി അതാണെങ്കിൽ അവർ സമ്മതിക്കാൻ സാധ്യതയില്ല. ചേരുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട, ഒന്നും വേണ്ട. ജാതി സർട്ടിഫിക്കറ്റ് SLC ബുക്കിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രം മതി. വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്ന സമയത്ത് മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അടുത്ത ചോദ്യം, ഫസ്റ്റ് കിട്ടിയ ഒരാൾക്ക് സെക്കൻഡിലെ റാങ്ക് കാണാൻ പറ്റും? ഇല്ല. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരാൾക്ക് താഴെയുള്ള ഒരു സബ്ജക്റ്റിൻ്റെ, ഒരു കോഴ്സിൻ്റെയും റാങ്ക് കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. ഓക്കെ, പ്രകടമായ സംശയമൊക്കെ ഞാനിവിടെ വെറുതെ ഒന്ന് നോക്കി അതിൻ്റെ ആൻസർ പറഞ്ഞതാണ്. ഒരുപാട് സംശയങ്ങൾ കമൻറ്റിൽ കിടപ്പുണ്ട്. എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല തൽക്കാലം ഇത്രയും. എന്നാൽ ഇത് ഏറ്റവും അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ നാളെ വൈകുന്നേരം ജൂൺ 10 വൈകുന്നേരം 5 മണിയോടുകൂടി എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് അവസാനിക്കും. അതിനുശേഷം നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. 15-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അതിനിടയിൽ റീവാലുവേഷൻ്റെ റിസൾട്ട് വരും. ഒക്കെ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കും. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.